ബിഡ്നിയും ഒരു കാര്യമൊക്കെ സംസാരിക്കുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് ബോയ് ഫ്രണ്ടിനെ തന്റെ അടുത്തേക്കൊക്കെ നിർത്തുകയാണ്. അതേസമയം അവളുടെ കയ്യിൽ അവന് കുത്തുവാനായിട്ട് ഒരു കത്തിയും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുത്തൊക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഡയോണും അവിടെ എത്തുന്നു. മിൻചോണ് ബോയ് ഫ്രണ്ട് ഉപദ്രവിച്ചു എന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമായിരുന്നു ഡയോൺ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡയോൺ അവന്റെ അടുത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും ഒന്നും ഇല്ലാതെ വളർന്നതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ട്. ഇതിനെയും അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ ബോയ് ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഓർഫണും നിന്നെ പോലെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഡയോണും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവനെ ഉപദ്രവിക്കാൻ പോലും ഡയോൺ തയ്യാറായിരുന്നു. എങ്കിൽ പോലും ബിഡ്നിയാണ് അവനെ തടയുന്നത്. വെറുതെ തടയുക ആയിരുന്നില്ല. ഡയോണും ബോയ് ഫ്രണ്ടിനെ ഇടിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഡയോന്റെ കയ്യിലൊക്കെ ആയിട്ട് ബിന്നെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡയോണും എത്ര ബലം കൊടുത്തിട്ടും അവളുടെ കൈ വിടിയിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ബാക്കി പോലീസുകാരും അവിടെ എത്തിയിട്ട് ബോയ് ഫ്രണ്ടിനെ പിടിച്ചുകൊണ്ടൊക്കെ പോവുകയാണ്. ഇനി ഡയോൺ ആകട്ടെ ബിന്നിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ബിന്നെ എന്തുകൊണ്ടാണ് ബോയ് ഫ്രണ്ടിനെ അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഡയോൺ ചോദിക്കുമ്പോഴത്തേക്കും ആകട്ടെ, ഞാനല്ലേ അവന് ശിക്ഷയൊക്കെ വിധിച്ചത്, അതുകൊണ്ട് തന്നെ അവൻ എന്തായിരുന്നു ചെയ്യുന്നതെന്നൊക്കെ അന്വേഷിക്കുവാനായിട്ടായിരുന്നു ഞാനും ഫോളോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നതെന്നാണ് പിന്നെ മറുപടിയൊക്കെ കൊടുക്കുന്നത്. എന്നാൽ പിന്നെ ബാക്കിയുള്ള ഫോളോ അപ്പ് ആയിട്ട് നീ എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് മിൻചോന്റെ റൂമിലേക്കൊക്കെ ആയിരുന്നു ഡയോണും ബിന്നിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. റൂമിലാകട്ടെ മൊത്തത്തിൽ അടിപിടിയൊക്കെ നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നൊക്കെയുണ്ട്. നീ അവനെ ജയിലിൽ ഇടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതിനെല്ലാത്തിനും കാരണക്കാരി നീയാണെന്നൊക്കെ ഡയോൺ പറയുമ്പോഴത്തേക്കും ഞാൻ അവനെ ഒരു കൊല്ലത്തേക്ക് ജയിലിലേക്ക് ഇടുകയായിരുന്നെങ്കിൽ ആ കൊല്ലം കഴിയുന്ന സമയത്ത് അവൻ പുറത്തിറങ്ങിയിട്ട് ഇത് തന്നെയല്ലേ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്തതല്ലേ ശരിയെന്നൊക്കെ ബിന്നിയും തിരിച്ച് അവന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. നീ അവനെ വെറുതെ വിട്ടത് കൊണ്ട് തന്നെ മിൻചോണിനും ഫാമിലിക്കും നിയമം പോലും അവരെ കൈവിട്ടതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരിക്കലും നീ അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു. എന്തായാലും നീ ചെയ്യുന്നത് പോലെയല്ല ഞങ്ങൾ ചെയ്യുവാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അവൻ ഇത്രയേറെ അതിക്രമങ്ങളൊക്കെ കാണിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ അവനെതിരെ അറസ്റ്റ് വാറന്റിന് പോവുകയാണ് ഞങ്ങളും. അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ പരമാവധി ദിവസം ജയിലിൽ അടയ്ക്കുവാനായിട്ട് ഞങ്ങളും നോക്കുമെന്നൊക്കെ പറഞ്ഞ് ഡയോണും നിൽക്കുന്നു. അടുത്തതായിട്ട് മിൻചോന്റെ ബോയ് ഫ്രണ്ടിനെ ഡയോൺ ചോദ്യം ചെയ്യുകയാണ്. പക്ഷെ റിയൽ ആയിട്ട് നടന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ബോയ് ഫ്രണ്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതായത് ബോയ് ഫ്രണ്ട് പറയുന്നത് മിൻചോൺ വിളിച്ചത് കൊണ്ടാണ് താൻ അവളുടെ വീട്ടിലേക്കൊക്കെ എത്തിയതെന്നും അതുപോലെ തന്നെ അവൾക്ക് ഭിത്തിയിൽ ആണിയൊക്കെ അടിക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടായിരുന്നു ഞാനും ചുറ്റികയൊക്കെ മേടിച്ചോണ്ട് വന്നത്. അതല്ലാതെ ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. നീ വീട്ടിൽ നിന്നും ഇറങ്ങിയ സമയത്ത് തന്നെ അവള് ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഡയൺ പറയുമ്പോഴത്തേക്കും എന്നിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റിയോ, എന്തായാലും അവളില്ലെങ്കിൽ ഞാനും ഉണ്ടായിരിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോയ് ഫ്രണ്ടും നിൽക്കുന്നു. മിൻചോണും ആത്മഹത്യക്കൊക്കെ ശ്രമിച്ച സമയത്ത് ഡയോണും ടീമും അവിടെ വന്ന് റെസ്ക്യൂ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് മാത്രമായിരുന്നു മിൻചോണിനെ ജീവനോടൊക്കെ ലഭിച്ചത്. എങ്കിൽ പോലും അമ്മേനെ കാണുമ്പോഴത്തേക്കും എനിക്കിനി ജീവിച്ചിരിക്കണ്ട, എനിക്ക് മരിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു മിൻചോണും ഇരുന്നത്. അതായത് അവൾ മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ്. നീ കാരണമാണ് അവൾ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചതെന്ന് ബോയ് ഫ്രണ്ടിനോട് ഡയോൺ പറയുമ്പോഴത്തേക്കും ബോയ് ഫ്രണ്ടും അവൾ കുറച്ചൊക്കെ ഓവറാണ്, അല്ലെങ്കിൽ തന്നെ എല്ലാ കപ്പിൾസും വഴക്കൊക്കെ ഉണ്ടാക്കുന്നതല്ലേ എന്ന് വെച്ച് ആരെങ്കിലും ഇതുപോലെ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുമോ? എന്തായാലും എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബോയ് ഫ്രണ്ടും ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ 6 മണിക്കൂറൊക്കെ കഴിഞ്ഞത് കൊണ്ട് തന്നെ അവർക്കും ബോയ് ഫ്രണ്ടിനെ വെറുതെ വിടേണ്ടതായിട്ട് വരുന്നു. മിൻചോൺ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അറസ്റ്റ് വാറന്റിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കും അറസ്റ്റ് വാറന്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവനെ വെറുതെ വിടേണ്ടതായിട്ട് വരുന്നതിൽ എല്ലാവർക്കും ഒരുപാട് നിരാശയൊക്കെയുണ്ട്. ബോയ് ഫ്രണ്ട് തന്നെ തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഡയോണും നിർബന്ധിച്ച് അവനെ വണ്ടിയിലൊക്കെ കയറ്റി അവന്റെ വീടിന് മുമ്പിലൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നു. മാത്രമല്ല അവന്റെ വീടിന് മുമ്പിൽ കാവലിരിക്കുവാനായിട്ടാണ് ഡയോണും തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ ബോയ് ഫ്രണ്ടിനെ വീടിന് മുമ്പിൽ വെച്ച് പിടിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ബിന്നിയും അവിടെ വെയിറ്റ് ചെയ്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും ബോയ് ഫ്രണ്ടിനിട്ട് ശിക്ഷയൊന്നും കൊടുക്കാനായിട്ട് സാധിക്കാത്ത നിരാശയിലൊക്കെ ആയിരുന്നു ബിന്നിയും തിരിച്ച് ഓഫീസിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ മാൻഡോവും നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ബിന്നിയുടെ അടുത്ത് ചോദിക്കുകയാണ്. മിൻചോൺ ഇപ്പോഴും ജീവനോടുകൂടി തന്നെയുണ്ട്, പക്ഷെ അവൾ യഥാർത്ഥത്തിൽ മരിച്ചതിന് തുല്യമാണ്. ശ്വാസം വലിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് ജീവനോടെ ഉണ്ടെന്ന് നമുക്കങ്ങനെ പറയുവാനായിട്ടൊന്നും കഴിയില്ല. മാനസികമായിട്ട് അവൾ മരിച്ചിരിക്കുകയാണ്. അവൾ മാനസികമായിട്ട് മരിക്കുവാനുള്ള കാരണക്കാരൻ ബോയ് ഫ്രണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കൊലപാതക കുറ്റം തന്നെ അവന്റെ മേൽ ചുമത്തിയിട്ട് നമുക്കും അവനെ കൊല്ലുവാനായിട്ട് സാധിക്കുമെന്നൊക്കെയാണ് ബിന്നിയും പറഞ്ഞു കൊടുക്കുന്നത്. നിലവിലെ എന്റെ പ്രശ്നം ഡയോൺ ആണ്.
അതായത് ആവശ്യമില്ലാതെ ഡയോൺ എന്റെ വഴിക്ക് വരുന്നതായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ എനിക്ക് കുറ്റം ചെയ്ത ആൾക്കാരെ മാത്രമല്ല കൊല്ലുവാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡയോണെ കൊല്ലുവാൻ കഴിയുകയില്ല. എങ്കിൽ പോലും അവൻ കുറച്ചൊക്കെ ക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഞാനും അവനെ ആ വഴിക്ക് വിടുകയാണെന്നൊക്കെയാണ് വിറ്റ്നയും പറയുന്നത്. അറസ്റ്റ് വാറന്റിന് വേണ്ടിയിട്ട് പോലീസൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ജഡ്ജ് അത് അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വിറ്റ്നനെ പോലെ വേറെയും ജഡ്ജസ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ മാൻഡുവും വിറ്റ്നനെ കളയാക്കിക്കൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ അറസ്റ്റ് വാറന്റ് ഒന്നും കിട്ടുകയില്ല എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും എന്തായാലും മിഞ്ചോണ് കുറച്ച് സുരക്ഷയൊക്കെ കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് തന്നെ ഡൗൺ നേരെ മിഞ്ചോനെ കാണുവാനായിട്ടൊക്കെ പോകുന്നു. മിഞ്ചോൺ തനിച്ചായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നത്. അച്ഛനും അമ്മയും ഒക്കെ തന്നെ മിഞ്ചോന്റെ ഒപ്പം തന്നെയുണ്ട്. ആരെങ്കിലും വരുന്നതായിട്ടൊരു സംശയമെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു പേരൻസിന്റെ അടുത്തൊക്കെ ഡയോണും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡയോൺ ലിഫ്റ്റ് വഴിയൊക്കെ പോകുമ്പോഴത്തേക്കും ബോയ് ഫ്രണ്ടും സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നു. ബോയ് ഫ്രണ്ട് ആകട്ടെ ഇത്തവണ മിഞ്ചോണെ ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ആയിരുന്നു എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ വീടിന്റെ കോളിംഗ് ബെല്ലൊക്കെ അടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവനും ഒരു മെസ്സേജ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ അവനും പോവുകയാണ്. ബോയ് ഫ്രണ്ട് വന്ന സമയത്താകട്ടെ ക്യാമറ മറച്ചു വെക്കുന്ന രീതിയിൽ എന്തോ ഒന്ന് തൂത്തിട്ടൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡയോൺ വരുന്ന സമയത്താകട്ടെ അവർക്ക് ആർക്കും ആരാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. മിഞ്ചോൺ ആകെ പേടിച്ചൊക്കെ നിലവിളിക്കുമ്പോഴത്തേക്കും അമ്മയും മിഞ്ചോണെ സമാധാനിപ്പിക്കുന്നു. ഇനി അച്ഛനോട് പോലീസിനെ വിളിക്കുവാനായിട്ടൊക്കെ അമ്മ ആവശ്യപ്പെടുമ്പോഴത്തേക്കും അച്ഛനും മടിച്ചൊക്കെ നിൽക്കുകയാണ്. അതായത് ഈ ഒരു തവണ പോലീസിനെ വിളിക്കുകയാണെങ്കിൽ അവനെ ജയിലിലൊക്കെ അടയ്ക്കുന്നതായിരിക്കും. ചെറിയൊരു ശിക്ഷ ആയിരിക്കും ബോയ് ഫ്രണ്ടിന് ലഭിക്കുക. പക്ഷെ ബോയ് ഫ്രണ്ട് എന്ന് വെളിയിൽ ഇറങ്ങുന്നോ അന്ന് ഇവളെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് അയാൾ വീണ്ടും എത്തും. എത്ര കാലമാണ് പോലീസിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് കഴിയുക? ഞാൻ എന്തായാലും എന്റെ മോളെ സംരക്ഷിക്കുന്നതായിരിക്കും. നീ ഒരു കാര്യം ചെയ്യ, മോളെയും കൂട്ടി അകത്ത് പോയി വാതിലൊക്കെ അടയ്ക്ക്. എന്ത് ശബ്ദം കേട്ടാലും പുറത്തേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ അകത്തേക്കൊക്കെ കൊണ്ടുപോകുകയാണ് അച്ഛനും. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു കത്തിയൊക്കെ എടുത്തിട്ട് അച്ഛനും രണ്ടും കൽപ്പിച്ചുകൊണ്ട് വെളിയിലേക്കൊക്കെ ഇറങ്ങുകയും അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ നിന്ന ആളെ കുത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അപ്പുറത്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഡയോൺ ആയിരുന്നു. അവനും കൃത്യമായി തന്നെ അച്ഛന്റെ കയ്യിൽ നിന്നും കത്തിയൊക്കെ താഴേക്ക് ഇടുന്നുമുണ്ട്. അച്ഛന് മൊത്തത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡയോന്റെ മുമ്പിൽ വെച്ച് കരയുകയൊക്കെ ആയിരുന്നു അച്ഛനും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വിളിച്ചിരുത്തി ഡയോണും അവരോട് സംസാരിക്കുന്നു. ഞാൻ വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിനെ ഡേറ്റ് ചെയ്തു. എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പോലും എനിക്ക് അറിയുകയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ തെറ്റൊക്കെ ചെയ്തിട്ടുള്ളത് ഞാനാണ്. എന്റെ അച്ഛനും അമ്മയുമാണ് ഇപ്പോൾ അതിന് അനുഭവിക്കുന്നത്. എന്തായാലും ഞാൻ മരിച്ചാൽ എല്ലാ പ്രശ്നവും തീരുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് മിഞ്ചോൺ ഇരിക്കുമ്പോഴത്തേക്കും മിഞ്ചോന്റെ ബോയ് ഫ്രണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയൊക്കെ ഡയോണും ഫോൺ വഴി കേൾക്കുകയാണ്. എന്തായാലും ഓഫീസിലേക്കൊക്കെ മടങ്ങിയെത്തിയിട്ടുണ്ടായിരുന്ന ബിന്ന വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ 12 മണിക്കൂർ മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അതായത് മിഞ്ചോണെ ഉപദ്രവിക്കാനായിട്ട് ബോയ് ഫ്രണ്ട് വീടിന് മുമ്പിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് രാത്രി വെളിയിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ഒക്കെ ബോയ് ഫ്രണ്ടും കാണുകയാണ്. പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണെങ്കിൽ പോലും സംസാരിക്കുന്നത് മിഞ്ചോൺ ആണെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു ആ നമ്പറിൽ നിന്ന് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് മിഞ്ചോന്റെ സൗണ്ടിൽ നിന്നും അവന് കോളും വരുന്നു. കോളിലാകട്ടെ പേരൻസ് ഉറങ്ങിയതിന് ശേഷം നമുക്ക് കാണാം. പോലീസിനെ ഞാൻ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരിക്കലും നിന്നെ കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഒന്നും അല്ല എന്ന രീതിക്കൊക്കെ മിഞ്ചോൺ സംസാരിക്കുന്നതായിട്ടൊക്കെ അവനും തോന്നുകയാണ്. എന്തായാലും ബിറ്റ്നയും കൊല്ലുവാനായിട്ടുള്ള അവസരമൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ട് റെഡിയാവുകയൊക്കെയാണ്. മിൻചോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഴയ ഒരു വീട്ടിലേക്കൊക്കെ എത്തുവാനായിട്ടായിരുന്നു. അങ്ങനെ ബോയ് ഫ്രണ്ടും ആ ഒരു വീട്ടിലൊക്കെ എത്തിയിട്ട് കയ്യിലുണ്ടായിരുന്ന ചുറ്റിക്കയൊക്കെ പുറത്തേക്ക് എടുക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് ബിറ്റ്ന വരുന്നതൊക്കെ അവനും കാണുന്നത്. പിന്നീടായിരുന്നു മിൻചോൺ ആയിരുന്നില്ല തന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും മാണ്ടു സൗണ്ടൊക്കെ മാറ്റിയിട്ടാണ് സംസാരിച്ചതെന്നുമുള്ള കാര്യമൊക്കെ ബോയ് ഫ്രണ്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും അവനെ സംസാരിച്ച് അവിടെ എത്തിക്കുക എന്നതായിരുന്നു മാണ്ടുവിന്റെ പരിപാടി. സോ അവന്റെ പരിപാടിയൊക്കെ തീരുമ്പോഴത്തേക്കും അവനും പോകുന്നു. ഇനിയാണ് ശരിക്കുമുള്ള വിധിയൊക്കെ ഞാൻ പറയുവാനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ബിറ്റ്ന നിൽക്കുകയാണ്. ബിറ്റ്നയാകട്ടെ മിൻചോണെ കൊന്ന കുറ്റത്തിനാണ് നിനക്ക് ഞാൻ ശിക്ഷയൊക്കെ വിധിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മിൻചോൺ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. മാത്രമല്ല അവളും എനിക്ക് ക്ഷമയൊക്കെ നൽകിയതാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ബോയ് ഫ്രണ്ടും. അതേസമയം ഒരാൾ മരിച്ചോ ഇല്ലയോ എന്നും ക്ഷമിച്ചോ ഇല്ലയോ എന്നുമൊക്കെ കണ്ടെത്തുവാനായിട്ട് എനിക്ക് സാധിക്കും. അതിനൊക്കെ ശേഷമാണ് ഞാനും ഈ വിധിയൊക്കെ പറയുവാനായിട്ട് എത്തിയിട്ടുള്ളത് എന്നാണ് ബിറ്റ്ന അറിയിക്കുന്നത്.
നീ ചെയ്ത തെറ്റൊക്കെ അംഗീകരിക്കുന്നുണ്ടോ എന്നൊക്കെ ബിന്നെ ചോദിക്കുമ്പോഴത്തേക്കും അവനും യാതൊരു വിധത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ബിന്നയുടെ കയ്യില് ഒരു കത്തിയൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോഴത്തേക്കും അവനും മൊത്തത്തിൽ ഞെട്ടി അവിടെ നിന്നും ഇറങ്ങി പോകുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷേ വീടിന് വെളിയിലെത്തി അവൻ ഗേറ്റൊക്കെ തുറന്ന് കഴിയുമ്പോഴത്തേക്കും അവനും മറ്റൊരിടത്തേക്കൊക്കെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഗേറ്റ് തുറന്ന് റോഡിലേക്ക് ഇറങ്ങുന്നതിന് പകരമായിട്ട് അവൻ മറ്റൊരു ബിൽഡിങ്ങിലേക്കൊക്കെ എത്തുന്നു. ഇതെന്താണ് മൊത്തത്തിൽ സംഭവിക്കുന്നതെന്നൊന്നും തന്നെ മനസ്സിലാക്കാതെയൊക്കെ ആയിരുന്നു അവൻ നിന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും ഇത് എന്റെ ലോകമാണ്. നീ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടതായിട്ട് വരും. അതാണ് നരകത്തിന്റെ നിയമം. അവളും അത്രയും പറഞ്ഞതിന് ശേഷം അവളുടെ കണ്ണുകളൊക്കെ പർപ്പിൾ നിറത്തിലേക്ക് മാറുകയും അവനെ നോക്കുകയും ചെയ്യുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.